ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായ ഒരു രാഷ്ട്രീയ വിജയമായിട്ടാണോ ഇനി വിലയിരുത്തപ്പെടാൻ പോകുന്നത്? സന്ദീപിനെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരും. ഉറപ്പായിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കാറില്ല, ഞങ്ങളുടെ ടീം വർക്ക്, ഞങ്ങളുടെ ഐക്യം, ഞങ്ങളുടെ ലീഡർഷിപ്പ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒന്നും മാധ്യമപ്രവർത്തകർ ഈയിടെയായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു പരാതിയുള്ള ഒരാളാണ് ഞാൻ. ആ ഐക്യമാണ് ഇതിലേക്കൊക്കെ എല്ലാം ഞങ്ങളെ കൊണ്ടുവരുന്നത്. സതീശൻ, കെ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത് ഈ മാറ്റം ഒരു ചലനവും ഉണ്ടാക്കില്ല, അങ്ങ് അദ്ദേഹത്തിന്റെ കൈപിടിച്ചിരുന്നോളൂ, ഇല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സന്ദീപിന്റെ കൈപിടിച്ചിരുന്നോട്ടെ, ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അല്പസമയം മുമ്പ്. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു കാലഘട്ടത്തിൽ അയാളൊരു പ്രസിഡന്റാ പാർട്ടിയുടെ. ഒരു കാലഘട്ടം മുഴുവൻ BJPയുടെ മുഖവും ശബ്ദവുമായിരുന്നില്ല അദ്ദേഹം. അങ്ങനെ ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അവരല്ലാതെ എന്തു പറയും? കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ VD സതീശൻ, അങ്ങനെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയല്ലേ. ഈ മുത്താൻ സമുദായത്തിൽ നിന്ന് നിർണായകമായ ഒരു വോട്ട് കൃഷ്ണകുമാറിന് ഇത്തവണ ഈ നീക്കത്തിലൂടെ നഷ്ടപ്പെടുമെന്നല്ലേ താങ്കൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വരവ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങളുണ്ടാക്കും. അത് ഏതെല്ലാം ഘടകങ്ങളാണെന്ന് നമ്മളൊന്നും പറയണ്ടല്ലോ, പല ഘടകങ്ങളുണ്ടാവും. എൻ്റെ ഒരു സംശയം, ഈ പ്രത്യയശാസ്ത്രപരമായി സന്ദീപിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവും? അല്ല, വെറുപ്പിൻ്റെ കട, വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഒരാൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എന്തു പറയണം? കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് സരിൻ പോയതിനേക്കാൾ ആഘാതശേഷിയുണ്ട് BJP-യിൽ നിന്ന് സന്ദീപ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ. അതായത് താങ്കൾക്ക് അറിയാമല്ലോ, അദ്ദേഹം പോയത് എങ്ങനെയാ? ഞങ്ങൾ സീറ്റ് കൊടുത്തില്ല, എന്നിട്ട് അദ്ദേഹം BJP പോയി സീറ്റ് ചോദിച്ചു, അവരും കൊടുത്തില്ല. അങ്ങനെ ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാൾ ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടി. അതല്ലല്ലോ, സീറ്റ് കൊടുക്കാണ്ടല്ലോ, ഒന്നും കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നും അൺകണ്ടീഷണൽ. ആ രാഷ്ട്രീയം വിട്ടൊരാൾ ഇങ്ങോട്ട് വരികയാണ്, അത് നല്ല തുടക്കമാണ്. സർജിക്കൽ സ്ട്രൈക്കിന്റെ ക്യാപ്റ്റൻ ആരാ? ആ ടീമാണ്, ഞങ്ങളുടെ ടീം. എത്ര നാളായി തുടങ്ങിയ ആലോചനയായിരിക്കും ശ്രീ VD സതീഷ്? എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. CPM-ഉമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ള വലിയ വാർത്തയുണ്ടായിരുന്നു. CPM കേന്ദ്രങ്ങൾ എന്നോട് തന്നെ സംബന്ധിച്ചതാണ് ചർച്ചകൾ ഇൻഫോർമലായി നടന്നു എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടന്നത്? അല്ല, MV ഗോവിന്ദൻ, AK ബാലൻ, MB രാജേഷ് തുടങ്ങിയുള്ള മുഴുവൻ നേതാക്കളും അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞില്ലേ? ഇത്തരം വാർത്തകൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ചോരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ഈ വാർത്ത ചോർന്നില്ല അല്പസമയം മുമ്പ് വരെ. അല്ല, അങ്ങനെയൊന്നും ചോരുന്നൊരു കാലമല്ല ഇത്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദേശീയ തലത്തിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. ഉറപ്പായിട്ടും ഇത് ദേശീയ തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനം നമുക്കറിയാമല്ലോ, ഒരു മതേതര കേരളം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ കേരളത്തിൻ്റെ സെൻറ്റർ എന്ന ലെഫ്റ്റാണ്, ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ആ സ്റ്റേറ്റിൽ ഒരു വർഗീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ കാവലാളായിരുന്ന ഒരാൾ അതുപേക്ഷിച്ച് ഈ ഇതിലേക്ക് മാറുകയാണ്, വേറൊരു ഐഡിയോളജിയിലേക്ക് വരികയാണ്. അതൊരു മാറ്റമല്ലേ, അതൊരു ചേഞ്ചാണ്. അപ്പോൾ കേരളത്തെ വർഗീയതയിലേക്ക് തള്ളിവിടാൻ ഒരുപാട് ശക്തികൾ ശ്രമിക്കുമ്പോൾ അവിടെ പ്രതിരോധവുമായി ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്റ്റാൻഡാണ് ഞങ്ങളുടെ സെക്യുലർ സ്റ്റാൻഡ്. ഈ CPM ഇലക്ഷൻ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 35 ദിവസം CAA എന്ന് പറഞ്ഞു, ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് കിട്ടിയില്ല വോട്ട്, അത് മാറ്റി ഒന്നിനെ പോലെ നിറം മാറി ഭൂരിപക്ഷ പ്രീണനമായി. ഞങ്ങൾക്കിത് രണ്ടുമില്ല, നല്ല ക്ലാരിറ്റിയുള്ള പൊളിറ്റിക്സാണ്. കേരളത്തിൻ്റെ ഹൃദയവും മനസ്സും അറിഞ്ഞുകൊണ്ടുള്ള ഒരു സെക്യുലർ പൊസിഷനിങ് ആണ്. എന്ത് തോൽവി ഉണ്ടായാലും, എന്ത് തകർച്ച ഉണ്ടായാലും ഒരു തരി വെള്ളം ചേർക്കില്ല.